വോട്ടർ സൈക്കിൾ ഡയറി ബീഹാറിലെ ഖാൻകുലിപ്പൂർ എന്ന ഗ്രാമത്തിലാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് കാണാൻ പോകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു വീടാണ്. ഇതാ ഇവിടെ ഈ വീട് നമുക്ക് കാണാം. ഈ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടാണ്. രണ്ട് വാതിലുകൾ മുന്നിലുണ്ട്, കാലുകളൊക്കെ മുന്നിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ബോർഡാണ്, വലിയ ബോർഡ്. കേരളത്തിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞത് ഇതേപോലുള്ള ബോർഡാണ് എന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2 लाख रुपए जी। ओ काम नहीं। ये आधा तो आदमी यहाँ सब जगह तो बिहारी में माने वह है, ऊपर से नीचे तक खाही वाला है। कितना मिला? तो मिला तो 1.5 लाख रुपया मिला सर। നമുക്ക് നേരെ ഈ വീടിൻ്റെ സൗകര്യം ഒന്ന് ഉള്ളിൽ കയറി കാണാം. ഒരു മുറി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ മുറിയിൽ തന്നെയാണ് ഇതാ ഇവിടെ കുഴൽക്കിണറുള്ളത്. അത് കഴിഞ്ഞ് റൂം. ഈ വീട്ടിലാകെ 2 മുറികൾ മാത്രമാണ് ഉള്ളത്. 2 മുറി എന്ന് പറയുന്നത് 2 ബെഡ്റൂമല്ല, അപ്പുറത്തൊരു മുറി ഇപ്പുറത്തൊരു മുറി. ഈ 2 മുറിയോട് കൂടി വീട് അവസാനിക്കുകയാണ്. ഈ മുറിയുടെ തന്നെ കാഴ്ച നമ്മൾ നോക്കൂ. ഇതാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ജാലകങ്ങൾ 1-2 എണ്ണം ഉണ്ട്, പക്ഷെ അതും വെക്കുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ ഒന്നും പണി തീർന്നിട്ടില്ല. तो वो तो नगर परिषद के जैसे जो कैंडिडेट जीता हुआ है उसको पास नहीं, वो न सर सबके खाता में भेजता है, करता है। ഈ വീടുണ്ടാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആകെ ലഭിച്ചത് 2 ലക്ഷം രൂപ. അതിൽ 50,000 രൂപയാണ് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നത്. കൊടുത്തതല്ല, അവരെടുത്തതാണ്. ഇതാണ് ബീഹാറിലെ പലയിടത്തെയും അവസ്ഥ. മാത്രവുമല്ല, 2 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ഇവിടെ ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയുക എന്ന ചോദ്യവുമുണ്ട്. ആ ഘട്ടത്തിലാണ് നല്ല മാതൃകകൾ നമുക്ക് മുന്നിലുള്ളത്. ആ മാതൃകകൾ ബീഹാറിലും പകർത്താൻ കഴിയട്ടെ ഇനി വരുന്ന സർക്കാരിനെങ്കിലും എന്ന് ആഗ്രഹിക്കാം. ഈ ഘട്ടത്തിൽ വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ.